വർഷത്തെ തിരുവോണത്തിന് ഞങ്ങൾക്ക് ദുഃഖിപ്പിക്കുന്ന ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. സാജ് പ്രസാദിൻ്റെ ഓർമ്മ ദിവസം കൂടിയാണ് ഓഗസ്റ്റ് 21. 2007 ഓഗസ്റ്റ് 21 പ്രസാദ് ചേരുന്നത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോഴാണ് എൻ്റെ ചേച്ചിയും ചേട്ടനും വന്നിട്ട് എന്നെ കോളേജിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരുന്നത്. നമ്മൾ പ്രസാദ് വയ്യാതിരിക്കുകയാണെന്ന് അറിയാമെങ്കിലും ഇങ്ങനെ ഒരു വാർത്ത ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. അങ്ങനെ ഒരു വാർത്ത കേൾക്കുമ്പോൾ തന്നെ പ്രസാദ് പോയ ദുഃഖത്തോടൊപ്പം തന്നെ ഇതെങ്ങനെ എൻ്റെ അച്ഛൻ ഉൾക്കൊള്ളും എന്നുള്ളൊരു ആശങ്ക കൂടി വലുതായി മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ ഈ ഓണക്കാലമാകുമ്പോൾ പ്രസാദിനെ കുറിച്ചുള്ള എന്ത് ഓർമ്മയാണ് അച്ഛന് പങ്കുവയ്ക്കാനുള്ളത്? നമസ്കാരം. ഓണക്കാലത്ത് പ്രസാദിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ വന്നതിന് ശേഷം മിക്കവാറും കുറച്ചു കാലം ആനെ കൊണ്ടുവന്നത് അന്ന് അപ്പു നായരും പിന്നെ ദേവസ്വത്തിൽ നിന്ന് റിട്ടയർ ചെയ്ത പ്രഭാകരൻ നായരും ചേർന്നാണ് കൊണ്ടുപോകുന്നത്. അവിടുന്ന് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ നെന്മാറയുള്ള വേലായുധം വന്നു. അവിടുന്ന് ഇങ്ങോട്ട് ആ കാലഘട്ടത്തിൽ കൃത്യമായിട്ട് അവൻ്റെ മതപ്പാടോ കോളോ നീരോ ഒന്നും അറിയാറില്ല. കൃത്യമായിട്ട് ഉണ്ടായിരുന്നില്ല. ചെറിയ ചില വികൃതികളും കുറുമ്പൊക്കെ കാണിക്കും. അപ്പോൾ കുറച്ച് ദിവസം കെട്ടിയിടും. അങ്ങനെയൊക്കെയാണ് പതിവ്. ഒന്ന് 2-3 വർഷം കഴിഞ്ഞപ്പോഴാണ് കൃത്യമായിട്ട് ഒരിക്കലും എല്ലാ കാര്യങ്ങളും തുടങ്ങിയത്. അപ്പോൾ മിക്കവാറും ആഗസ്റ്റ് മാസത്തിലാണ് അവന് നീരിൽ കെട്ടാറ്. ആഗസ്റ്റ് മാസത്തിൽ കെട്ടിയാൽ പിന്നെ ഏകദേശം നവംബർ ആദ്യം കഴിക്കും. അത്രയും കാലം അവനെ കെട്ടി ബന്ധസാക്കാറാണ് പതിവ്. എന്നിരുന്നാലും തുടക്കകാലത്ത് ഈ ആന വന്ന കാലത്ത് ഈ മതപ്പാടിനെ പറ്റിയോ ഇവൻ്റെ എന്താ പറയുക എന്തെങ്കിലും കുറുമ്പുകളോ മറ്റോ കാണിക്കുമോ എന്നുള്ളൊരു അറിവുണ്ടായിരുന്നില്ല. ആ കാലഘട്ടത്തിലുണ്ടായൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ചേലക്കര ഭാഗത്ത് നിന്ന് ഒരു വലിയ ഈട്ടിത്തടി വാങ്ങിയിരുന്നു. ആ ഈട്ടിത്തടി മുറിച്ചിട്ടതിന് ശേഷം അതൊരു കുഴിയിലാണ് കിടന്നിരുന്നത്. അവിടെ പരിസരത്ത് നിന്ന് 2 തവണ ആനകളെ വിളിച്ചു കൊണ്ടുവന്ന് അത് കയറ്റാൻ നോക്കിയെങ്കിലും സാധിച്ചില്ല. വളരെ വിലപിടിപ്പുള്ള തടിയാണ്, വലിയ തടിയാണ്. അപ്പോൾ അന്ന് റേഞ്ച് ഓഫീസറായിരുന്ന MC ആന്റണി സാർ എന്നോട് പറഞ്ഞു, കുമാരനത് 2 തവണ പാസ് എക്സ്റ്റെൻഡ് ചെയ്തതാണ്, ഇനി അത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റില്ല, ഇത്തവണ എന്തായാലും കയറ്റി കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ ആ സമയത്ത് ഓണം കഴിഞ്ഞ ആ സമയമാണ്. പക്ഷെ ആന നീരിൽ കെട്ടിയിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ ആനക്കാർ എന്തായാലും അപ്പുവേട്ടനും വേലായുധനും ധൈര്യമായിട്ട് പറഞ്ഞു, ചേട്ടൻ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ആനയെ കൊണ്ടുപോകാം, ഒരു കുഴപ്പമില്ല, തടി കയറ്റി കൊണ്ടുവരാൻ സാധിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ലാറിയിൽ തേക്കും കഴയൊക്കെ വെച്ച് കെട്ടി ബന്ദോബസ്താക്കി ആദ്യമായിട്ട് ആ നീരിൽ അഴിക്കുകയാണ്. ഒരു പ്രശ്നവുമില്ല അന്ന്. പക്ഷേ പിന്നീട് ആനക്കാരോടൊക്കെ ഭയങ്കര വാശിയായിരുന്നു നീരിൽ കെട്ടിയാൽ. പക്ഷെ ആ കാലഘട്ടത്തിൽ അത്ര വലിയ വാശി ഉണ്ടായിരുന്നില്ല. ചെറുതായിട്ടൊക്കെ ഉണ്ട്. പട്ടയൊക്കെ എടുത്ത് വീശും ആന എന്നാലും വലിയ കുഴപ്പമില്ല. എന്നിട്ട് ലാറിയിൽ ഞങ്ങൾ ഇവിടുന്ന് ആനയെ കയറ്റി കൊണ്ടുപോയി. അപ്പോൾ ആ സമയത്ത് ഇപ്പോഴൊക്കെ ആലോചിക്കുമ്പോൾ ഭയമാണ്. കാരണം 2 വശവും ഇങ്ങനെ ഒഴുകായിരുന്നു. താളമുട്ടി ഒലിക്കുക എന്ന് പറയില്ലേ, അങ്ങനെ ഒഴുകായിരുന്നു. എന്നാലും ഞാൻ അടുത്ത് ചെന്ന് അഴിച്ച് ഞങ്ങൾ കൂടി ലാറിയിൽ ഇവിടുന്ന് വീട്ടിലാണ് കെട്ടിയിരുന്നത്. വീട്ടിലെ പിൻഭാഗത്താണ് കെട്ടിയിരുന്നത്. അവിടുന്ന് അഴിച്ചു കൊണ്ടുപോയി ഏകദേശം ഒരു 300 മീറ്ററോളം ദൂരം ഈ തടി വലിക്കാനുണ്ട്. ഞങ്ങൾ പോയി നോക്കിയപ്പോൾ അപ്പോൾ തന്നെ ഭയങ്കര സംശയമായിരുന്നു എന്താണ്ടാവുന്നത്. പക്ഷെ ഒരു വിഷമം ഉണ്ടായില്ല. ആന കുഴിയിൽ ഇറങ്ങി ശരിക്കും ഇങ്ങനെ കൊമ്പുകൊണ്ട് താങ്ങി കുറച്ചായിട്ട് ഇങ്ങനെ കയറ്റി എടുക്കുകയാണ് ഉണ്ടായത്. അത് മറ്റുള്ള ആനകൾക്ക് അങ്ങനെ താങ്ങി എടുക്കാനുള്ള വശമില്ലാത്തതുകൊണ്ടാണ് അത് കയറ്റാൻ പറ്റാതെ കിടന്നിരുന്നത്. അങ്ങനെ ആ തടി കയറ്റി, മാത്രമല്ല അത്ര ദൂരം വലിച്ച് ലാറിയിൽ കയറ്റിയതിന് ശേഷം അവനെ അവിടെ നിർത്തി. അവിടെ കുറച്ചു നേരം നിർത്തി. എന്നിട്ട് കഴിഞ്ഞ് ഇവിടുന്ന് കൊണ്ടുപോയ വണ്ടിയിൽ തന്നെ അവനെ തിരിച്ച് കയറ്റി വീട്ടിൽ കൊണ്ടുപോകുന്ന ബന്ദോബസ്താക്കി. അങ്ങനെ ഒരു സംഗതി ഉണ്ടായിട്ടുണ്ട്. അത് ഈ സമയത്താണ്, ഓണം കഴിഞ്ഞ ഉടനെയുള്ള കാലഘട്ടത്തിലാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അതേപോലെയുള്ള ഓർമ്മകൾ പറയുമ്പോൾ ഒരുപാട് ഓർമ്മകളുണ്ട്.
വളരെ വേദനിപ്പിക്കുന്ന ഒരുപാട് ഓർമ്മകളുണ്ട്. കുറേ കാലമായിട്ട് ഈ ആഗസ്റ്റ് 21 തിരുവോണം ഒരുമിച്ച് ഇതേവരെ വന്നിട്ടില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഇന്നത്തെ തിരുവോണത്തിന് അങ്ങനെ ഒരു മനസ്സിലിങ്ങനെ സങ്കടം വരുന്ന ഒരു ഓർമ്മയും കൂടി ഉണ്ട്. പക്ഷെ അത് മോള് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അത് ഇത്രയും കാലം ഇവിടെ ഉണ്ടായിരുന്നാലും അത്ര വലിയൊരു പ്രശ്നങ്ങളൊന്നും അവൻ ഉണ്ടാക്കിയിട്ടില്ല. കാരണം മറ്റൊന്നുമല്ല, ഞങ്ങൾ ഈ കാലം കൊണ്ട് അവൻ്റെ ആ സ്വഭാവം ശരിക്കും പിടിച്ചിരുന്നു. അവൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് അനുസരിച്ചാണ് മിക്കവാറും നമ്മുടെ ആനക്കാർ ഞങ്ങൾ കൊണ്ടുവന്നിരുന്നത്. അതുകൊണ്ട് വലിയ വിഷമമില്ലാണ്ട് അത്രയും കാലം കഴിഞ്ഞു പോയി. ഇപ്പോഴും ഓർക്കുമ്പോൾ വിഷമമാണ്. ഓണത്തിന് വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, മോള് പറഞ്ഞപ്പോൾ ഞാനങ്ങനെ പറഞ്ഞു പോയതാണ്. എല്ലാവർക്കും ഓണാശംസകളോടെ നിർത്തുന്നു.